ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. ക്രിസ്മസ് ആയിട്ട് മക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. പിന്നെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ അരുണാട്ടിലെ അഞ്ചേച്ചിയുടെ വീട്ടിലായിരുന്നു. അവിടെയാണ് നമ്മുടെ ഫാമിലിയൊക്കെ കൂടുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം വീട്ടിൽ വലിയ ഡെക്കറേഷനൊന്നും ചെയ്തില്ല. എന്നാലും ജോസഫ് ട്രീ വെച്ചു, പിന്നെ ക്രിബ് ഉണ്ടാക്കി. ഇപ്രാവശ്യം വൈക്കോലൊക്കെ വെച്ചിട്ടാണ് ക്രിബ് ഉണ്ടാക്കിയത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു വെറൈറ്റി. ഞങ്ങൾ എല്ലാവരും കൂടി ആഘോഷമായ മിഡ് നൈറ്റ് മാസിനാണ് പോയത്. തിരിച്ചു വരുമ്പോഴാണ് നോക്ക് നമ്മുടെ മച്ചുകുട്ടൻ നല്ല ചക്കര കുട്ടിയായിട്ട് നിൽക്കുന്നു. അവന് നമ്മളൊരു ക്രിസ്മസ് തൊപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് മേടിച്ചത്. പക്ഷെ കക്ഷിക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പൊ അതിന്റെ ഒരു യുദ്ധാണ് അവിടെ കാണണേ. അവനാണെങ്കിൽ അത് ഇടില്ല എന്നൊരു വാശിക്ക്, എന്നാൽ ജോസഫിനാണെങ്കിൽ അത് ഇട്ട് കാണണം എന്ന് വല്ലാത്തൊരു ആഗ്രഹവും. അങ്ങനെ ഫൈനലി അവൻ തൊപ്പിയൊക്കെ ഇട്ടു. പക്ഷെ അധികം ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും അവനത് മാറ്റി. പിന്നെ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഉറങ്ങാൻ പോയി. പിറ്റേ ദിവസം ക്രിസ്മസിൻ്റെ അന്ന് ഉച്ചയോട് കൂടിയിട്ട് നമ്മളെല്ലാവരും കൂടി അഞ്ചേച്ചിയുടെ എത്തി. ഇത് അവരുടെ ക്രിബും ട്രീൻ്റെ ഒക്കെ ഡെക്കറേഷനാണ്. അതിനുശേഷം കേക്കും വൈനും ഒക്കെ എത്തി. പിന്നെ എല്ലാവരും ചുറ്റും നിന്ന് കേക്ക് മുറിക്കാനുള്ള പരിപാടിയായി. വീട്ടിൽ വല്ലാത്തൊരു ബഹളമായിരുന്നു. അവിടെ എല്ലാ കസിൻസും എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒരു ക്രിസ്മസ് വൈബിൽ തന്നെയായിരുന്നു. ദാ നോക്ക്, എല്ലാവരുടെ മുഖത്തും ഒരു പുഞ്ചിരിയുണ്ട്. എല്ലാവരും ഒത്തിരി ഹാപ്പി ആയിരുന്നു. ഇങ്ങനെയൊക്കെ കൂടുമ്പോഴാണ് ഒരു രസം. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ബർത്ത് ഓഫ് ജീസസ് ആണ് ഓർമ്മ വരിക. അപ്പൊ ജീസസ് നമ്മളെ ലൈഫിൽ എല്ലാവരും സ്നേഹിക്കാനാണ് പഠിപ്പിച്ചേക്കണേ. അപ്പൊ ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒത്തുകൂടി സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ നിൽക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു ഫോളോവർ ഓഫ് ക്രൈസ്റ്റ് ആവണേ. അപ്പൊ കിട്ടുന്ന അവസരങ്ങളൊക്കെ എല്ലാവരും ഇതേപോലെ കൂടുക, എന്നിട്ട് എൻജോയ് ചെയ്യുക. അപ്പൊ ഇനി കേക്ക് മുറിക്കുകയാണ്. വീട്ടിലെ കൊച്ചുകുട്ടിയായ കുഞ്ഞൂസും പിന്നെ പുതുജോടിയായ ഐരനും ഡിജോയും കൂടിയിട്ടാണ് കേക്ക് മുറിച്ചത്. അങ്ങനെ കേക്ക് കട്ടിങ്ങിനൊക്കെ ശേഷം ലഞ്ചിന്റെ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് റെഡിയായി. എല്ലാ പ്രാവശ്യം പോലെ ഓരോ വീട്ടിൽ നിന്ന് ഓരോ ഐറ്റംസ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടാണ് നമ്മളിവിടെ ലഞ്ച് റെഡിയാക്കിയേക്കണേ. ഞങ്ങൾ ചിക്കൻ കറിയും ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കിയത്. ബാക്കി കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ചോറിന്റെ കൂടെ മീൻ കറിയും കട്ട്ലേറ്റും സല്ലാസും ഇറച്ചി റോസ്റ്റും മുട്ട ഫ്രൈയും കാളനും കൂർക്കൊപ്പേരിയും ഒക്കെ ഉണ്ടായിരുന്നു. സംഗതി നല്ലൊരു ഗ്രാൻഡ് ലഞ്ച് തന്നെയായിരുന്നു. ഇതേപോലത്തെ പൊട്ട്ലക്ക് പാർട്ടീസ് ഇപ്പോൾ ഒത്തിരി പേരിങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ പ്ലേറ്റ്. ഇതിലേതാണ് ബെസ്റ്റ് എന്ന് പറയാനില്ല, എല്ലാം അടിപൊളിയായിരുന്നു. ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കുമ്പോൾ പല ടേസ്റ്റിലുള്ള വെറൈറ്റി ഫുഡ് കഴിക്കാൻ പറ്റും. പിന്നെ പണിയും കുറവാണ്. ഇരിക്കാൻ കുറെ സ്ഥലമുണ്ട്. എന്നാലും എല്ലാവരും പോയി ഇരിക്കണം. നോക്കിയേ, അതാണ് ഒരു ഫണ്ണ്. ലഞ്ചൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയ ഡാൻസ് പരിപാടിയൊക്കെ തുടങ്ങി. പക്ഷെ ഹെവി നോൺ വെജ് ആയ കാരണം ഡാൻസ് കളിക്കാനുള്ള എനർജി ഉണ്ടായില്ല. അതിനുശേഷം കാപ്പിയുടെ സമയത്ത് അഞ്ചേച്ചി എല്ലാവർക്കും ക്രിസ്മസ് ഗിഫ്റ്റ്സ് തന്നു. അതൊരു സർപ്രൈസ് ആയിരുന്നു. എല്ലാവരും എക്സൈറ്റഡ് ആയി. ചിലർ വലുത് നോക്കി എടുത്തു കൊണ്ടുപോകണു, ചിലർ കുലുക്കി നോക്കണു. സംഗതി ഓരോരുത്തർ എടുത്തിട്ട് ഗസ് ചെയ്യായിരുന്നു അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന്. പിന്നെ ഞാൻ കൈ നിവർത്തി പ്രിൻസിയേച്ചി ഒരെണ്ണം കയ്യിൽ വെച്ച് തന്നു. ഇതാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്. എല്ലാം നല്ല ക്യൂട്ട് ഗിഫ്റ്റ് ആയിരുന്നു. ഇത് രണ്ടും മക്കൾക്ക് കിട്ടിയ ഗിഫ്റ്റാണ്. അങ്ങനെ കുട്ടി കുട്ടി ഫണ്ണുകളായിട്ട് നമ്മുടെ ക്രിസ്മസ് അടിപൊളിയായിട്ട് പോയി. അതിൻ്റെ ഇടയിൽ സാന്റാക്ലോസ് ആയിട്ട് കൊച്ചു കുട്ടികൾ വന്ന് അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്ത് പോയി. പിന്നെ ഐരിൻ്റെ ചേച്ചി ശാന്തി വന്നു. എല്ലാവരും കൂടി ഡം സ്റ്റാർട്സ് കളിച്ചു. അപ്പോഴേക്കും നമ്മൾ കാത്തിരുന്നിരുന്ന ജോഷ് ചേട്ടൻ്റെ മോൻ അപ്പൂസ് വന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഫുഡും കഴിച്ച് വീട്ടിലേക്ക് പോയി. അതിനുശേഷം പിറ്റേ ദിവസം ഫ്രാൻസിസും ശാന്തിയും വീട്ടിലേക്ക് വന്നു.
നമ്മൾ ദുബായിലായിരുന്നപ്പോൾ ക്രിസ്മസ് എപ്പോഴും ഒരുമിച്ചാണ് ആഘോഷിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ നമ്മൾ വീണ്ടും ഇറച്ചി മീനൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് ചെറിയൊരു ക്രിസ്മസ് അപ്പോഴും ആഘോഷിച്ചു. ഇതൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ന്യൂ ഇയർ ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഈ വർഷം നല്ല അടിപൊളിയാവട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആയുസ്സും ആരോഗ്യവും ദൈവാനുഗ്രഹവും ഒക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.